ഡാഡി, ഇതൊന്ന് ശരിയാകുന്ന ലക്ഷണമുണ്ടോ? ഇതിപ്പോ ശരിയാകും മോളെ. നിനക്ക് കോളേജിൽ പോകാനുള്ള സമയം ആകുന്നല്ലോ. ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഓ, നിനക്ക് അത്ര ധൃതിയാണ്. എന്റെ വണ്ടിയെ പോക്കൂ. വേണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ തന്നെ പൊയ്ക്കോളാം. ഇതിപ്പോ ശരിയാക്കി തന്നേക്കാം. ഓക്കെ ഡാഡി, ബൈ ബൈ. താങ്ക് യു. താൻ എന്തുടറായി പറഞ്ഞത്? തന്റെ അമ്മയുടെ വയറ്റു എനിക്ക് താൻ മരുന്ന് കഴിച്ചാൽ മതിയോ? ഈ ലേഹ്യം 3 നേരം കൃത്യമായി കഴിക്കാനല്ലേ പറഞ്ഞത്? തന്നോടല്ല കഴിക്കാൻ പറഞ്ഞത്, തന്റെ അമ്മയോടെ കഴിക്കാൻ പറഞ്ഞത്. ഇത് എവിടെ കിടക്കണ അവണം പറമ്പലടാ. എന്നിട്ട് എന്തായി? ആള് ഫ്യൂസായ? ചൂതൻ ഡാക്ടറെ കാണിച്ചു. ചതിച്ചോ? ഇംഗ്ലീഷ് മെഡിസിൻസാ കൊടുത്തേ? അപ്പോ ഇംഗ്ലീഷും മലയാളം കൂടെ ആകുമ്പോ ഒരു ആംഗ്ലോ മലയാളം ആവുമല്ലോ. അപ്പോ മദേഴ്സിന്റെ കാര്യല്ലേ? ഒരു 20 റുപ്പീസ് അങ്ങോട്ട് എടുക്കും. മനസ്സിലായില്ലേ? പിന്നെ എന്തോ കുരിശ് പിടിക്കോണ്ട് നിക്കണേ, പൊയ്ക്കോ. ആ പിന്നൊരു കാര്യം, ആ ഡോക്ടർ സുഗതന്റെ വാങ്ങിച്ച ഇംഗ്ലീഷ് മരുന്നൂടെ കൊടുത്തോളൂ. ഏതായാലും പണം കൊടുത്ത് വാങ്ങിയല്ലേ. കാർത്തിയാനിയമ്മയ്ക്ക് എന്താണാവോ? ഇവരുടെ കുട്ടിക്ക് വയറിന് നല്ല സുഖമില്ല. ഒരു 12 രൂപയും കൊടുക്കൂ. ഇത് നല്ലോണം കുളിക്ക് വേണം കൊടുക്കാൻ, കുട്ടിയല്ല. ഈ മരുന്ന് നല്ലോണം കുളിക്ക് കൊടുക്കണം കേട്ടോ. പോയിക്കോളൂ. ആ പിന്നെ പോകുന്ന വഴിക്ക് ആ സുഗതൻ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 2 പൊതി ഇംഗ്ലീഷ് മരുന്നുകൾ വാങ്ങിച്ചോളൂ. ആ എന്തൊക്കെയുണ്ട് മത്തായിച്ചാ വിശേഷങ്ങള്? അങ്ങനെ കഴിഞ്ഞു പോണു. അസ്സലാമലൈക്കും. സ്വാമി ശരണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ മുഖ കണ്ടിട്ട് കുറെ നാളായല്ലോ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണെന്ന്. നിങ്ങളെ തെരഞ്ഞ് കുടീന്റെ ഔത്തി ചെല്ലുമ്പോ പറയും കടന്റെ ഔത്താണ്, കടന്റെ ഔത്തി ചെല്ലുമ്പോ പറയും കുടീന്റെ ഔത്താണെന്ന്. ഞമ്മക്കാണെങ്കിലും ദുനിയാവിൽ നിൽക്കാൻ പോലും പറ്റണില്ല. തന്റെ കാലിനടി ആണിയോണ്ടോ? അതല്ലാന്ന് ഞമ്മളെ മോനിലെ കാതറൂട്ടി ദുബായിൽ നോന്റെ കത്തും ചെക്കും ഡ്രാഫ്റ്റും എന്താ പറയാ, 5000-ന്റെ 7000-ന്റെ 10000-ന്റെ ആകെ ബഹളല്ലേ ബഹളം. അപ്പൊ തനിക്കില്ല അക്കാണെന്ന് പറയടോ. എനിക്ക് ഉണ്ടായിരുന്നു 3 എണ്ണം. തിന്ന് പണ്ടാണ് ഞാൻ കുടുംബത്തിൽ കുത്തിരിക്ക. എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം മത്തായിച്ച. അത് ശരിയാ. ഈ ഉമ്മറിന്റെ തലയിൽ എഴുതിയ പെൻസിലുണ്ടേ നമ്മളേലൊന്നും കോറാൻ തോന്നിയില്ലല്ലോ. ഈ ബാങ്ക് കണക്കും ഒരേന്റെ ഔത്ത ചെലവും, ചാവക്കാട് തെങ്ങും തോപ്പ് വാങ്ങിയതും, മാമ്പഴക്കാട് ചാക്കോളാന്റെ കൃഷി വാങ്ങിയത്. കർത്താവേ, അപ്പൊ കാശിച്ച് ചെലവാക്കണല്ലോ. അക്കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം. അപ്പോ ഉമ്മൂക്ക വീട്ടിലേക്ക് എപ്പോഴാ വരാ? നമ്മള് വരാന്ന്. ഞാൻ വരട്ടെ മത്തായിച്ച. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്കൊരു ഏർപ്പാടുണ്ടാക്കാൻ പറ്റുമോ? എന്താ അത്? അക്കരെ. അക്കരെ? അക്കരെ. അതോ അയില് നമുക്ക് പയ്യ ഉണ്ടാക്കാന്ന്. നമ്മളെ മോൻ ഇങ്ങോട്ട് വന്നോട്ടെ. എല്ലാം നിങ്ങളുടെ മരുമകളുടെ ഐശ്വര്യാണേ. നമ്മളെ നബീസുവിന്റെ കാര്യം പറയാണ്ടിരിക്കാ നല്ലത്. ഓളുടെ ഐശ്വര്യല്ലേ കടന്ന് കളിക്കണത്. ഞമ്മളെന്ന് വെച്ചാല് ഓക്ക് പടച്ചോനാ. നമുക്ക് കൊണ്ടുവരും മരുമോള്. അവിടെ കാലെടുത്ത് വെച്ചു, അന്ന് പോയി നമ്മുടെ മോന്റെ കാറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞമ്മക്ക് ആ ബീഡി തീപ്പെട്ടി കടിക്കും. ഇതാ പോയിട്ട് ഒരുപാട് പണിയുണ്ട്. എന്നാ ഞമ്മള് വരട്ടെ. രാധേ, രാധേ വരുന്നു. ഒന്നും കൂടെ വേഗം വരുന്നേ. ഓണവതാ വീടിനകത്ത് വരെ എത്തി. ഇതൊക്കെ മതിയോ അതോ ഇനി വല്ലതും വാങ്ങിക്കണോ? എന്തിനാ ആവശ്യമില്ലാതെ ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു? ആവശ്യമില്ലാതെയോ? ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കണം. മഹാബലി നമ്മുടെ വീട് വിസിറ്റ് ചെയ്ത് നമ്മുടെ മക്കളുടെ സന്തോഷം കണ്ടിട്ട് മറ്റെവിടെയെങ്കിലും പോകാവൂ. മെക്കാനിക് രാജൻ മേനോന്റെ കുടുംബത്തെ പറ്റി നീ എന്താ ധരിച്ചിരിക്കുന്നേ? മോളെ, ഇത് നിനക്ക്. ശരി അച്ഛാ. ഇത് രമേശിന് കൊടുത്തേക്ക്. ശരി അച്ഛാ, എനിക്കെന്താ കൊണ്ടുവന്നിരിക്കുന്നത്? തരാമടാ കൂതിയ. ഈ പാന്റും ഷർട്ടും നിനക്കുള്ളത്.
നമ്മുടെ മൂത്ത മകന് നിന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തേക്ക്. നാരായണൻകുട്ടി, നിന്റെ ഓണക്കൂടി അമ്മയുടെ നിന്ന് വാങ്ങിച്ചു. ഇത് മിസ്സിസ് രാജൻ മേനോൻ. ഒരു താങ്ക്സ് എങ്കിലും പറ. അത് ശരി, അങ്ങക്കെന്താ വാങ്ങിയിരിക്കുന്നത്? അത് സസ്പെൻസ് ആണ്. സസ്പെൻസോ? നേരത്തെ പറഞ്ഞാൽ അതിന്റെ ഭംഗി പോവും. ചന്ദ്ര, നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് ഒരു നല്ല സിനിമയ്ക്ക് പോകാം. എന്താ? എന്തിനാ ഈ ഒളിച്ചുകളി? ഇതൊക്കെ അങ്ങക്ക് ഓണത്തിന് ധരിക്കാനുള്ളതാണോ? ഞങ്ങളുടെ സന്തോഷത്തെ പറ്റി അല്ലാതെ അങ്ങയെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? 24 മണിക്കൂറും ഗ്രീസിലും പെട്രോളിലും കഴിയുന്ന എനിക്ക് എന്തിനാ പുതിയ വേഷങ്ങളും അലങ്കാരങ്ങളും? എന്നെ പോലല്ല എന്റെ മക്കള്. അവർക്ക് പല പല സ്ഥലങ്ങളിൽ പോണം, പല പല ആളുകളെ കാണണം. അല്ലടാ മക്കളെ? അമ്മേ, അച്ഛാ എനിക്ക് ജോലി കിട്ടി. കിട്ടിയോ? നീ പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഈശ്വരൻ അനുഗ്രഹിച്ചു. എപ്പോഴാ ജോയിൻ ചെയ്യേണ്ടത്? അടുത്ത മാസം 1-ാം തീയതി. വെരി ഗുഡ്. ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. എത്ര രൂപ കെട്ടി വെക്കണം? 10,000 രൂപ വേണമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു.